ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഇതെൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ. അതിൻ്റേതായ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാവും, ഒന്ന് ക്ഷമിച്ച് വെക്കൂ. പിന്നെ ഇന്ന് ഞാൻ രാവിലെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര എനർജറ്റിക് ആയിട്ട് തോന്നി. അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ ഒരു റീൽ എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ റീൽ എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ടെന്താ, ഞാൻ അടുക്കളയിൽ പോയി കപ്പെടുത്തു. ചുമ്മാ ഒരു രസം. അങ്ങനെ ഞാൻ രണ്ടും കൽപ്പിച്ച് പിൻട്രസ്റ്റ് നോക്കിയിട്ട് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരു തട്ടിക്കൂട്ട് ക്രാഫ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മളെക്കൊണ്ട് എന്ത് പറ്റില്ല എന്ന് നമ്മൾ വിചാരിക്കുന്നു, അത് മാത്രമേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. പിന്നെ രണ്ട് കാര്യങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ കിട്ടിയാലും നിങ്ങൾക്ക് അഹങ്കാരവും അത്യാഗ്രഹവും ഉണ്ടാവാൻ പാടില്ല. അതെന്താ ഞാൻ ഇവിടെ പറയുന്നത് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. കാര്യമുണ്ട്, ഞാൻ തന്നെയാണ് അതിൻ്റെ ഉദാഹരണം. ഒരു തുടക്കക്കാരി എന്നുള്ള നിലയ്ക്ക് എനിക്ക് അത്യാവശ്യം വ്യൂസ് കിട്ടി വരികയായിരുന്നു യൂട്യൂബിൽ. അപ്പോഴെന്താ ഞാൻ ചെയ്തേ, ഞാൻ നേരെ യൂട്യൂബിൽ കയറി എങ്ങനെയും വ്യൂസ് കൂട്ടാം എന്ന് സെർച്ച് ചെയ്തു. അപ്പോൾ എനിക്ക് യൂട്യൂബ് കൈ നിറയെ വീഡിയോസ് തന്നു. അതിൽ ഞാൻ കണ്ടതാണ്, നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇടരുത്, പകരം ഇടവിട്ട് മാത്രം വീഡിയോസ് ഇടുക. ഞാനെന്താ കൃത്യമായിട്ടത് പാലിച്ചു. അതുകൊണ്ട് എനിക്ക് എന്ത് കിട്ടി, എനിക്ക് ഉള്ള വ്യൂസും കൂടെ പോയി കിട്ടി. പക്ഷേ സാരമില്ല, നമ്മളിത് നേടിയെടുക്കും. നിങ്ങളെൻ്റെ കൂടെ ഉണ്ടാവത്തില്ലേ? നിങ്ങളുണ്ടാവുമെന്നൊക്കെ എനിക്കറിയാം. എന്തായാലും നമ്മളിനി കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇടും, അത് ഉറപ്പാണ്. അങ്ങനെ നമ്മൾ പറഞ്ഞു നമ്മുടെ കൊട്ടരെഴുതി. നിങ്ങളുടെ നാട്ടിൽ നിന്ന് എന്താ പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ ഒന്ന് വൈകിട്ടൊക്കെ ആയപ്പോൾ ഞാനും എൻ്റെ കൂട്ടുകാരുടെ വൈബ് പിടിക്കാനായിട്ട് ട്രിവാൻഡ്രത്തൊരു ബീച്ചിലേക്ക് പോയി. ഇതിൻ്റെ പേര് എനിക്കറിയില്ല, പക്ഷെ നല്ല അടിപൊളി ബീച്ചായിരുന്നു. അങ്ങനെ ഞാനും എൻ്റെ കൂട്ടുകാരും കൂടെ കടലിൽ കിടന്ന് എന്തൊക്കെയാണ് കാണിച്ചതെന്ന് ഞങ്ങൾക്ക് തന്നെ ഒരു പിടുത്തില്ല. പിടിച്ച പിള്ളേരെ പോലെ മനസ്സിലുണ്ടായിരുന്ന വിഷമമെല്ലാം മറക്കാനായിട്ട് എന്തൊക്കെയൊക്കെയോ ഞങ്ങൾ രണ്ടുപേരും കാണിച്ചു കൂട്ടി. എന്തായാലും നമ്മൾ എത്ര വലുതായാലും നമ്മുടെ ഉള്ളിലൊരു കുട്ടിത്തം ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് മാക്സിമം എൻജോയ് ചെയ്യണം കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും എന്തായാലും അത് എൻജോയ് ചെയ്തിട്ടുണ്ട്. നിങ്ങളും അതുപോലെ സന്തോഷമായിട്ടിരിക്കാൻ ശ്രമിക്കണം. ജസ്റ്റ് സ്മൈൽ പീപ്പിൾ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് കുറേ എസ്തെറ്റിക് വീഡിയോസും കാര്യങ്ങളും ഒക്കെ എടുത്ത് ഞാനും അവളും കൂടെ തിരിച്ച് അവിടെ നിന്ന് ഇറങ്ങി എന്ന് പറയുമ്പോൾ വീട്ടിലേക്കല്ല കേട്ടോ, അടുത്ത ഫുഡ് സ്പോട്ടിലേക്ക്. സന്തോഷത്തിനൊപ്പം വയറ് നിറയ്ക്കാനും മറക്കാൻ പാടില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ വെച്ച് പിടിച്ചു ശംഖുമുഖത്തേക്ക്. ഒത്തിരി അധികം ഡ്രൈവ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഡ്രൈവിനിടയിൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുറേ ഷെയർ ചെയ്തു. കുറച്ചധികം നാളെ ഡെസ്പായിരുന്നു. അതിൻ്റെ എല്ലാ ഒരു നെഗറ്റിവിറ്റി ഞങ്ങൾ തള്ളി ഫുൾ പോസിറ്റിവിറ്റി ഗെയിൻ ചെയ്തിട്ടാണ് ഞങ്ങൾ അവിടേക്ക് പോയത്. ഭയങ്കര രസമായിരുന്നു. നിങ്ങളും വല്ലപ്പോഴൊക്കെ ഒത്തിരി ദൂരെ പോകാൻ പറ്റില്ല, വീണ്ടും അടുത്തൊക്കെ ഇങ്ങനെ ചുമ്മാ വൈബ് അടിക്കുക കേട്ടോ. ഭയങ്കര രസമായിരിക്കും. നമ്മൾ പിന്നെ ഞങ്ങളുടെ ഒരു കമ്പനിയിൽ ഭയങ്കര വൈബ് പിടിക്കുന്ന ആൾക്കാരാണ്. ഞങ്ങളങ്ങനെ എക്സ്പെൻസീവായിട്ട് നടക്കുന്ന ആൾക്കാരല്ല, കുറച്ചൊക്കെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആൾക്കാരാണ്. ചിലപ്പോൾ ബഡ്ജറ്റേ ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴായിരിക്കും ട്രിപ്പ് പോകുന്നത്. ട്രിപ്പെന്ന് പറയാൻ പറ്റില്ല, അടുത്തൊക്കെ ആയിട്ടുള്ള പരിപാടികളാണ്. എന്തായാലും 25 രൂപ കൊണ്ട് മോള് തുടങ്ങുന്നതിന് മുമ്പായിട്ട് പോയിട്ടുണ്ട്. അങ്ങനെ കുറേ ഓർമ്മകളുണ്ട് ഞങ്ങൾക്ക് കൂട്ടുകാർക്കിടയിൽ. കാരണം മോളിൽ പോയിട്ട് കുറച്ച് നേരം അവിടെ ഇവിടേക്ക് ഇങ്ങനെ വായി നോക്കിയിരിക്കുന്നതല്ലാതെ അവിടുത്തെ ഒരു സാധനം മേടിക്കും. ചില സമയങ്ങളിൽ കുഞ്ഞായിരുന്ന സമയത്ത് ഈ എക്സ്പെൻസീവ് സാധനങ്ങൾ കാണുമ്പോൾ അയ്യോ അത് നമ്മളൊന്നും തൊടാൻ പാടില്ല, ബിക്കോസ് അത് വലിയ ആൾക്കാർക്കൊക്കെ ഉള്ളതാണെന്നൊക്കെ പേടിച്ചിരുന്നൊരു കുട്ടിക്കാലമൊക്കെ ആയിരുന്നു ഞങ്ങളുടേത്. പക്ഷേ ഇപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. എൻ്റെ കുറേ കൂട്ടുകാരൊക്കെ അവർക്കത് ഒക്കെ അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്, എനിക്കത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിലേക്ക് ഒത്തിരി നേട്ടമായിട്ടാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. കാരണം ഞങ്ങൾ അത്രയും പൊട്ട ആൾക്കാരായത്. വിഷയത്തിൽ നിന്ന് തന്നെ മാറി. 5 മണി കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് കോൾ വരും. പക്ഷേ വിശപ്പ് സഹിക്കാൻ വയ്യാച്ച എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള കോണ്ടൻസാണ് കൂടുതലും ഇഷ്ടം? ഞാൻ മനസ്സിൽ കുറച്ച് തട്ടിക്കൂട്ട് പരിപാടികളൊക്കെ ഉണ്ട്. എങ്കിലും നിങ്ങളുടെ സന്തോഷങ്ങളും നിങ്ങളുടെ ഒരു അഭിപ്രായങ്ങളും ഒക്കെ എപ്പോഴും പറയണമെങ്കിൽ കേട്ടോ. എനിക്ക് എന്താ തിരുത്തേണ്ടതെന്നും മെച്ചപ്പെടുത്തേണ്ടതെന്നൊക്കെ അറിയാൻ പറ്റുമല്ലോ. സോ പറയാണ്ടിരിക്കരുത്. സംഭവം എനിക്ക് ചുറ്റുമുള്ളവർക്ക് പലർക്കും അറിയില്ല എനിക്ക് ഒരു യൂട്യൂബ് ചാനലുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ ഫേസ് റിവീൽ ചെയ്യാതെ. പക്ഷേ ഒരു ഗോൾ അച്ചീവ് ചെയ്താൽ ഉടനെ തന്നെ ഞാൻ ഫേസ് റിവീൽ ചെയ്യുന്നതായിരിക്കും. എത്രയാണ് നമ്മുടെ ഗോൾ സെറ്റ് ചെയ്യേണ്ടത്? നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് തന്നെ വെച്ച് നോക്കാം. നിങ്ങൾ തന്നെ പറഞ്ഞോളൂ, എത്ര സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോഴായിരിക്കും ഞാൻ എൻ്റെ ഫേസ് റിവീൽ ചെയ്യേണ്ടത്? കമൻറ്റ് ബിലോ. ഇനിയിപ്പോൾ വേണ്ടതാണ്, കണ്ടിട്ടൊന്നും ഞങ്ങൾക്ക് വലിയ പ്രയോജനമൊന്നും ഇല്ലാതാണെന്നുണ്ടെങ്കിൽ നമുക്കത് വേണ്ട. ഓക്കെ. അപ്പോൾ ഏറ്റവും വലിയ റിയാലിറ്റി ചെക്കിലൂടെ ഞങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒന്നിൽ തോറ്റു നോക്കിയാൽ ഞങ്ങൾക്കിപ്പോൾ സമയമില്ല. അത് ഒന്നിൻ്റെ കൂടെ ഓരോന്നും ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ. ഒത്തിരി സ്വപ്നങ്ങളും ഒത്തിരി ആഗ്രഹങ്ങളും ഒന്നും ഇല്ല, ചെറിയ ആഗ്രഹങ്ങളേ ഉള്ളൂ. അപ്പോൾ അത് ഞങ്ങളെക്കൊണ്ട് പറ്റിയെടുത്ത് ഞങ്ങളുടെ പാരൻസിനെ ഹാപ്പി ആക്കാൻ പറ്റുമെങ്കിൽ അതിൽ കൂടുതൽ സന്തോഷം വേറെ ഒന്നുമില്ല. നിങ്ങളും ട്രൈ ചെയ്യുക കേട്ടോ. ഒരിക്കലും തളർന്നിരിക്കരുത്. ഒരു കാലത്ത് വിഷമം ഉണ്ടാകുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവും, നമ്മൾ തളരുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവും. പക്ഷേ നമ്മൾ അവിടെ നിന്ന് റീസ്റ്റാർട്ട് ചെയ്യാൻ നമ്മൾ കാണിക്കുന്ന മനസ്സ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകത്തുള്ളൂ. കാരണം നമ്മളെ സഹായിക്കാൻ വേറെ ആരും ഉണ്ടാവില്ല. സോ അങ്ങനെ കുറേ റിയാലിറ്റി ചെക്ക് എന്നെക്കാട്ടിൽ നിങ്ങൾക്ക് ഉണ്ടാവുമല്ലോ. ഇപ്പോഴും നമ്മുടെ മുന്നിൽ അവസരങ്ങൾ ഉണ്ടാവില്ല. ഉണ്ടാകുന്ന അവസരങ്ങൾ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ലൈഫിൽ എപ്പോഴെങ്കിലും തിരിഞ്ഞു നോക്കുമ്പോൾ പിന്നെ റിഗ്രറ്റ് ചെയ്യേണ്ട അവസരം ഉണ്ടാവും കേട്ടോ. കാരണം നമ്മുടെ സ്ഥലത്തെത്തി. എന്തായാലും ഞങ്ങൾ അവിടെ പോയിട്ട് മനസ്സും വയറും നിറയെ കഴിച്ചു. എന്ന് പറയുമ്പോൾ നമ്മൾ വാങ്ങിയത് ചോളം വാങ്ങി, ചായ കുടിച്ചു, മസാലപ്പൂരി മേടിച്ചു, കുറച്ച് പാഴ്സൽ
കുറച്ച് നേരം അവിടെ കറങ്ങിയൊക്കെ നടന്ന് ഞങ്ങൾ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഈ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു. ടാറ്റാ.